ലാസ്റ്റ് നോട്ട് അവിടെ ഓക്കെ. ടോർക്ക് ടോ ഇസിക്കൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ടോർക്കിന്റെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞ ടോർക്ക് ടോ ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന്. എന്നാൽ ടോർക്ക് ടോ ഇസിക്കൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ല ശരിക്കും എന്ത് പ്ലസ് വണ്ണിലെ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നത്. അത് കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠിക്കണം ഇല്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ ഒരു 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 എന്താണ് സ്പാനർ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചായിരുന്നു അല്ലേ? ഇതൊരു സ്പാനർ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു നട്ട് ബോൾട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ടൈറ്റ് ആക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടും, ലൂസ് ആക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടുമാണ് കൊടുക്കുന്നത് അല്ലേ? എനിക്ക് ഇവിടെ എങ്ങനെയൊക്കെ ഫോഴ്സ് കൊടുക്കാം? ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കത്തില്ലയോ? ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കത്തില്ലയോ? ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കത്തില്ലയോ? ഇതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫോഴ്സ്, ഇവിടെ എഫക്റ്റീവ് ആവുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ കൊടുക്കുമ്പോഴാണ്? ഈ ഡയറക്ഷനിലോ അതോ ഈ ഡയറക്ഷനിലോ അതോ ഈ ഡയറക്ഷനിലോ? അതായത് നിങ്ങൾ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ ഈ ഇവിടുത്തെ നട്ട് ബോൾട്ട് ലൂസ് ആവുന്നോ ടൈറ്റ് ആവുന്നോ? ഓക്കെ, ഇങ്ങോട്ടോ? ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇങ്ങോട്ടാ വലിക്കുന്നത് സ്പാനർ അല്ലേ? ഇങ്ങനെ വലിക്കുന്നത്. അങ്ങനെയാണോ വലിക്കുന്നത്? നമ്മൾ ഈ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ ഇങ്ങനെയല്ലേ ടൈറ്റ് ആക്കുന്നത്? ലൂസ് ആക്കുമ്പോൾ ഇങ്ങനെയല്ലേ ടൈറ്റ് ആക്കുന്നത്? അപ്പൊ ഈ ഡയറക്ഷനിലല്ലേ ഫോഴ്സ് കൊടുക്കുന്നത്? അതോ ഈ ഡയറക്ഷനിലാണോ? അല്ല. എന്താ നിങ്ങൾ നട്ട് ബോൾട്ട് കയറ്റിട്ട് ഇങ്ങോട്ട് വലിക്കുവാണോ? നട്ട് ലൂസ് ആകാൻ ഇടയിൽ നട്ടയിലോട്ട് ഇങ്ങോട്ട് സ്പാനർ അങ്ങോട്ട് കയറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ വലിക്കുവാണോ? അതായത് ഇങ്ങോട്ടാണോ വലിക്കുന്നത്? അല്ല, പിന്നെ ഇങ്ങോട്ട്, അതായത് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വലിക്കുവാണോ? ഇങ്ങോട്ടേക്ക് വലിക്കുകയാണെങ്കിലും ഫോഴ്സ് ചെറിയ രീതിയിലുണ്ടാവും. പക്ഷെ നല്ല ശക്തമായിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവണം എന്താ വേണ്ടത്? അത് കണ്ട് ഈ ഡയറക്ഷനിലാണ് വലിക്കുന്നത് അല്ലേ? അപ്പം ഈ ഫോഴ്സിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ചെറിയ സ്പാനർ ആണെങ്കിൽ നിങ്ങൾക്ക് നീക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അതായത് ലെങ്ത് കുറവാണെങ്കിൽ. അപ്പൊ ലെങ്ത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളുടെ സൈക്കിളിന്റെയോ അല്ലെങ്കിൽ ഈ ചെറിയ എന്താണ് എന്താ ഏതെങ്കിലും ടൂ വീലറിന്റെ ടയർ പഞ്ചറായി, അതിനെ നിങ്ങൾ അഴിക്കാൻ വേണ്ടി നിങ്ങളൊരു സ്പാനർ എടുത്തുകൊണ്ട് വിട്ട് നിങ്ങൾ അഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു എന്താണ് ഒരു പെർട്ടിക്കുലർ ഒരു 16ന്റെ സ്ക്രൂ ആയിരിക്കും വേണ്ടത്, അല്ല സ്പാനർ ആയിരിക്കും വേണ്ടത്. ആ 16ന്റെ സ്പാനർ വെച്ചിട്ട് നിങ്ങളത് അഴിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൈ വെച്ച് നമ്മളിങ്ങനെ അഴിച്ചു. എന്നാൽ വലിയ ലോറിക്കും 16ന്റെ നട്ട് ബോൾട്ട് കാണും. ആ ലോറിയെ പോയിട്ട് ഈ സ്പാനർ കൊണ്ടിട്ടിട്ട് നമുക്ക് അഴിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ കുറച്ചുകൂടെ നീളമുള്ള സ്പാനർ വേണം. കാരണം അവിടുത്തെ സ്ക്രൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബോൾട്ട് കുറച്ചുകൂടെ ടൈറ്റ് ആയിരിക്കും. അപ്പൊ അവിടെ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ടോർക്ക് കൂടുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ ഫോഴ്സിനെ, ഈ ഇവിടുത്തെ ടോർക്കിനെ അഫക്ട് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടറാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫോഴ്സും ഡിസ്റ്റൻസും ആണോ പറഞ്ഞത്? എന്നാൽ അത് മാത്രമല്ല. നോക്കിയേ, അതായത് ഇവിടെ സ്പാനർ, ഇതാണ് റേഡിയസ്, അതായത് ഡിസ്റ്റൻസിനെ ഞാൻ ഇങ്ങനെ എടുക്കുക. ഞാൻ ഡിസ്റ്റൻസിന് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൺസിഡർ ചെയ്യാം. ഇതാണ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ ഫോഴ്സ് മാക്സിമം വരണമെങ്കിൽ, നല്ല രീതിയിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കണം അല്ലേ? അപ്പം ഇതിനിടയ്ക്ക് ഉണ്ടാവുന്നത് ഈ ആംഗിളും എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും? ഇതിനെ ഇങ്ങനെയാ കൊടുക്കുന്നെങ്കിലോ, ഇങ്ങനെ ഫോഴ്സ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വലിച്ചാണോ നിങ്ങൾ മുറുക്കുന്നത്? അല്ല, പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചാലും വരും. പക്ഷേ ഈ പറഞ്ഞ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ ആംഗിളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ആംഗിളിൽ നല്ല ഫോഴ്സ് എന്ത് ചെയ്യത്തില്ല? നല്ലൊരു എഫക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ടോർക്ക്, ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് 3 ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോഴ്സ്, ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് ആംഗിൾ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കോളൂ. അടുത്ത ഹെഡിങ് ആയിരിക്കും, നിങ്ങൾ എഴുതിക്കോളൂ. അങ്ങനെയാണ് നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക്. ടോർക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് 3 ആൾക്കാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഫോഴ്സ്, 2 റേഡിയസ്, 3 ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് റേഡിയസ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയോ? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്നായിരിക്കും. ഓക്കെ, ആർ എഫ് സൈൻ തീറ്റ എന്നായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നോക്കിയേ, നമുക്കിവിടെ സ്പാനർ ജസ്റ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. നോക്കിയോ, ഇതാണ് അതിന്റെ സ്പാനർ. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്ന എങ്ങോട്ടാ? ഫോഴ്സ് കൊടുക്കുന്ന എങ്ങോട്ടാ? അതായത് ഇതാണ് അതിന്റെ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഫോഴ്സ് എങ്ങോട്ടൊക്കെ കൊടുക്കാം? ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കാം, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കാം, അതേപോലെ ഈ ഡയറക്ഷനിലും ഫോഴ്സ് കൊടുക്കാം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. ശരിയല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ സൈൻ കമ്പോണന്റ് കോസ് കമ്പോണന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? രണ്ട് വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ. അപ്പൊ ഇതിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തിരിക്കുക എന്താണ്, F1 F2 ആയിട്ട്. അതിൽ ഇവിടെ എഫക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഇവിടെ എഫക്ട്. ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ടോർക്ക് ടോ ഈസ് ഈക്വൽ ആർ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ കാണാൻ പഠിക്കുക. ഓക്കെ ആണല്ലോ? അത്രേ ഉള്ളൂ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ടോർക്ക് ടോ ഈസ് ഈക്വൽ ആർ എഫ് സൈൻ തീറ്റ വേർ theta is the angle between where theta is the angle between force and distance. ഈ ഡിസ്റ്റൻസിനെ റേഡിയസ് വെക്ടർ എന്നും കൂടെ എഴുതിയാലേ, റേഡിയസ് വെക്ടർ. ഓക്കെ, നമ്മൾ ഈ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്നല്ലേ എഴുതുന്നത്? ആർ എഫ് സൈൻ തീറ്റ എന്നല്ലേ എഴുതിയത്? ആണോ? ആണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി സൈൻ തീറ്റ എന്നും വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി കോസ് തീറ്റ എന്നും. ശരിക്കും നിങ്ങൾ നോക്കിയേ, ഇത് റേഡിയസ് വെക്ടർ അല്ലേ? ഫോഴ്സ് ഒരു വെക്ടർ അല്ലേ? ഇല്ലേ? ഇത് സൈൻ തീറ്റ കണ്ടോ, തീറ്റ അല്ലേ? ആർ എഫ് സൈൻ തീറ്റനെ നമുക്ക് എ ബി സൈൻ തീറ്റ പോലെ കൺസിഡർ ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് എഫ്. ഇത് അറിയത്തില്ലെങ്കിൽ എഴുതിയിട്ടേക്കണം കേട്ടോ. മറ്റേ ഇത് ഏതാ നമ്മുടെ എങ്ങനെ റെസൊല്യൂഷൻ അറിയത്തില്ലെങ്കിൽ എഴുതിയിട്ടേക്കണം. എന്താ, നമ്മളിപ്പം ഇവിടെയാണ് നമ്മുടെ ബോൾട്ട് ഇരിക്കുന്നത്, ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ സ്പാനറിന്റെ ലെങ്ത്, ഇതാണ് റേഡിയസ് വെക്ടർ. ഓക്കെ, ഇത് ഓർത്തോണം. ഇവിടെ നോക്കിയോ, ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ഇല്ലേ? ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന നമുക്ക് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ ഈ ഡയറക്ഷനിലും ഫോഴ്സ് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പം ഇതിന്റെ രണ്ടിന്റെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാകുന്നത്? ഈ ഡയറക്ഷനിലോട്ടായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇതിനിടയിലുള്ള ഈ ഫോഴ്സ് നോക്കി, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഫ് കോസ് തീറ്റ എന്ന് എടുക്കാം. കാരണം ഇതിനെ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് എഫ് കോസ് തീറ്റയും ഇതെന്തായിരിക്കും? എഫ് സൈൻ തീറ്റയും ആയിരിക്കും. ഇതിൽ എഫക്ട് കൃത്യമായിട്ടുള്ള ഫോഴ്സ് ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? എഫ് സൈൻ തീറ്റയുടെ ഡയറക്ഷനിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത്, ഇത് തീറ്റ നിങ്ങൾ മൊത്തമായിട്ട് ഇടല്ലേ, ഇങ്ങനെ ഇടണേ. ഇത് ഇത്രയും മാത്രം ഇട്ടാൽ മതി. റിസോൾവ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ.
കേട്ടോ, ഇത്രയും തീറ്റ ഇട്ടാണ്. അത് അങ്ങനെ ആക്കണം, മറ്റേ രീതിയിലാക്കണം. ഏതാ? ഇത് ഇതിന്റെ റീസൺ ആണ് പറഞ്ഞത് കേട്ടോ. ഇതിന്റെ റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. കണ്ടോ, ഇത് എന്താണ് വെക്ടർ ഫോമിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഈ ടോയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആറിൽ നിന്ന് എഫിലോട്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ആറിൽ അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇത് ഒരു ബോൾട്ടാണ്. എല്ലാവരും നോക്കണം, 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യാം. ഇതൊരു ബോൾട്ടാണ്, ഇതൊരു ബോൾട്ടാണ്. ഇവിടെ ഇങ്ങനെ എന്താണ്, ഇതാണ് ഇവിടെ ഇങ്ങനെ കുത്തി കയറിയിരിക്കുകയാണ്. ഇതൊരു എന്താണ് അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്പാനർ വെച്ചു, ഇവിടെ ഒരു സ്പാനർ വെച്ചു, ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഇതിനെ എനിക്ക് ലൂസ് ആക്കണം. ഞാൻ എങ്ങനെ ഫോഴ്സ് കൊടുക്കണം? കണ്ടോ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടല്ലേ കൊടുക്കണ്ടേ? ആണല്ലോ. അപ്പം ഇവിടെ ടോർക്ക് എങ്ങനെ ആക്കി? ഇത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്, ഇത് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെ ഇവിടുന്ന് എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്ത് കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം ഇവിടെ ഉണ്ടാകുന്ന ടോർക്കിന്റെ ഡയറക്ഷൻ നമുക്ക് ഈ ആർ ക്രോസ് എഫ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആറിൽ നിന്ന് എഫിലോട്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് നിൽക്കുക. നിങ്ങളുടെ നമ്മളിപ്പോൾ അടുത്ത തമ്പ് റൂൾ പഠിക്കാൻ പോകും. അപ്പൊ ഇവിടത്തെ പോട്ടെ, അതെല്ലാം പോട്ടെ. ഇവിടെ ടോർക്ക് ആക്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ സ്ക്രൂ എങ്ങോട്ട് അഴിഞ്ഞു വരുന്നത്? മുകളിലോട്ട് അഴിഞ്ഞു വരുന്നത്, ശരിയല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് മൂലം ഈ ഭാഗത്താണ് ടോർക്ക് ഉണ്ടാകുന്നത്. ആ ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടുന്ന മുകളിലോട്ട്. അത് കണ്ടുപിടിക്കാൻ ഒരു റൂൾ ഉണ്ട്, തമ്പ് റൂൾ ഉണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ. നോക്കിയോ, ഇനി നോക്കിയോ, തമ്പ് റൂൾ തന്നെ. നമ്മൾ മറ്റേ കറണ്ടിന്റെ ഡയറക്ഷൻ പിടിച്ചില്ലേ? ഏതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. സെയിം റൂള് ഇവിടെ ഉണ്ട്, ഈ ടോർക്കിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. സെയിം അതുപോലെ തന്നെയാണ്. അതായത് ആറിൽ നിന്ന് എഫിലോട്ട് ക്രോസ് ചെയ്യുന്ന രീതിയിൽ 4 വിരൽ പിടിക്കുക. ആ തമ്പിന്റെ ഡയറക്ഷനിൽ ടോർക്ക് പോകും. പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. ഇത് നോക്കിയേ, ഇനി ഇതിനെ ടൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നത്? ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകും? രണ്ട് താഴോട്ട്. അപ്പൊ ഇതിന്റെ ടോർക്കിന്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. തെറ്റാണോ? ക്ലിയർ ആണോ? എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ല ടോർക്ക്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും അവിടുത്തെ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അതേപോലെ അവിടുത്തെ ആംഗിളും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ ഫോഴ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ടോർക്ക്. ടേണിംഗ് എഫക്റ്റ്. കണ്ടോ, ഇവിടെയാണ് ആ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അതിന്റെ ഡയറക്ഷൻ മുകളിലോട്ടും താഴോട്ടൊക്കെ വരാം കേട്ടോ. എപ്പോഴും എല്ലാവരുടെയും തെറ്റിദ്ധാരണയുണ്ട് ഈ ഫോഴ്സ് ആണ് ടോർക്ക് എന്ന്. അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ ആണോ? തെറ്റാണല്ലോ. ഓക്കെ, അപ്പം ഈ പടം വരച്ചത് ഇതും കൂടെ ഒന്ന് വരച്ചിട്ടേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് ഒന്ന് നോക്കിയാലോ. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഓഫ് ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് ഡോ ഈക്വൽ ടു ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ജനറൽ ഇക്വേഷൻ. അപ്പം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ജൂൾ എന്നും പറയാം. ഓക്കെ ആണോ? അതിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml² t⁻² ആയിരിക്കും അതിന്റെ ഡയമെൻഷൻ. അതും പഠിച്ചു വെച്ചോ, ടോർക്കിന്റെ ഡയമെൻഷൻ. അതേപോലെ തന്നെ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി ഡയറക്ഷൻ ഓഫ് ടോർക്ക് എന്നായിരിക്കും. അതിനകത്താണ് നമുക്ക് തമ്പ് റൂൾ പഠിക്കാനുള്ളത്. ഡയറക്ഷൻ ഓഫ് ടോർക്ക്. ഡയറക്ഷൻ ഓഫ് ടോർക്ക്. നിങ്ങൾ ആ ആംഗിൾ ഒന്ന് ശരിയാക്കണേ. ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കൃത്യമായിട്ട് ആ വെക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ മൊത്തം തീറ്റാന്ന് എടുക്കരുത്. എവിടെ എടുക്കേണ്ടത്? അതിന്റെ എഫക്റ്റീവുമായിട്ടാണ്. കണ്ടോ, അതിന്റെ എഫക്റ്റീവ് ആയിട്ട് മേക്ക് ചെയ്യാനുണ്ട്. ഇതാണ് തീറ്റ. ഓക്കെ,
കേട്ടോ. ഇത്രയുമേ തീറ്റ എടുക്കാവേ. നിങ്ങൾ വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയുമേ തീറ്റ എടുക്കാവൂ. അതെപ്പോഴും ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിനകത്ത് അത് ആ ഡയറക്ഷനിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ഇത് രണ്ടുപേർ ഉള്ളെങ്കിൽ ഇതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ഇതാണ്. ഇനി ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ ഇതിനിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ഇതാണ്. മനസ്സിലായോ? അപ്പൊ ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് മൊത്തം ആംഗിൾ തീറ്റ എന്ന് എടുത്തത്. നിങ്ങൾ ആ വെക്ടർ സൊല്യൂഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് എടുക്കാവും? നിങ്ങൾ ആ റിസൾട്ടന്റ് വെക്ടറിന്റെയും അതേപോലെ തന്നെ ആ ഡിസ്പ്ലേസ്മെന്റ് ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ വേണം തീറ്റ ആയിട്ട് എടുക്കാൻ. കേട്ടോ. ഓക്കെ, ഇനി എഴുതിയോ ഡയറക്ഷൻ ഓഫ് ടോർക്ക്. ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ചോദിക്കും. ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഒരു ഡോട്ട് ഇട്ട് എഴുതുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ആൻഡ് തമ്പ് റൂൾ. തമ്പ് റൂൾ gives the direction of torque. Gives the direction of torque. Right hand thumb rule gives the direction of torque. The rule states that the curved fingers represents the direction of rotation, and the thumb represents the direction of torque. ഞാൻ ഇത് 3 dimensional ആയിട്ട് ഒരു രീതി വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ ഒരു CD കോമ്പാക്ട് ഡിസ്ക് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കുക. കോമ്പാക്ട് ഡിസ്ക് ഇതില് നിങ്ങൾ കോമ്പാക്ട് ഡിസ്കിന്റെ നടുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ടോർക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഫോഴ്സ് കൊടുത്ത ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ടേക്ക് അവിടുത്തെ റേഡിയസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ എക്സ്റ്റെൻഡ് ചെയ്ത ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് റൂൾ വെച്ചിട്ട് R ക്രോസ് എഫ് ആണ്. ആറിൽ നിന്ന് എഫിലോട്ട് ക്രോസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ തമ്പ് ഇങ്ങനെ പിടിക്കണം. അതായത് നിങ്ങളുടെ വിരൽ വേണ്ടി ഇങ്ങനെ കൊണ്ടുവെക്കണം എന്നർത്ഥം. നിങ്ങളുടെ വിരൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കണം എന്നർത്ഥം. ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ബാക്കിയുള്ള വിരലുകളൊക്കെ എങ്ങനെ വരും? ഇങ്ങനെ. ശരിക്കും ഈ ഡയറക്ഷനിലല്ലേ ആ ആറിൽ നിന്ന് എഫിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആണോ? അപ്പൊ നോക്കി, അപ്പം ഇവിടെ ആറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച എഫിലോട്ട് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത്? അപ്പം ഈ പോയിന്റിലുള്ള ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? കണ്ടോ, ഇങ്ങനെയായിരിക്കും. കണ്ടോ, ഇതായിരിക്കും ഡയറക്ഷൻ. മനസ്സിലായോ? 3 dimension മനസ്സിലായോ? അപ്പം ഇനി എപ്പോഴും ആലോചിച്ചോ, ആറിൽ നിന്ന് എഫിലോട്ടേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. എഫിൽ നിന്ന് ആറിലോട്ട് ക്രോസ് ചെയ്യുന്ന രീതി പിടിക്കരുത്. മനസ്സിലായോ? എങ്ങനെയാണെങ്കിലും ആറിന്റെ ഡയറക്ഷൻ നോക്കുക, എഫിന്റെ ഡയറക്ഷൻ നോക്കുക. ആറിന്റെ ഡയറക്ഷനും എഫിന്റെ ഡയറക്ഷനോട്ട് ഈ 4 പേരിൽ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പിടിക്കുക. അപ്പൊ തമ്പ് എങ്ങോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങോട്ടേക്കായിരിക്കും ഡയറക്ഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
വരച്ചോ. വരച്ചിട്ടേരെ, എല്ലാരും വരച്ചിട്ടേരെ. ആ വിരളൊക്കെ നിങ്ങൾ അങ്ങനെ വരയ്ക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ വേണേൽ റഫായിട്ട് എന്തെങ്കിലും വരച്ചിട്ടാൽ മതി. ഇതിന്റെ താഴോട്ട് വേണമെങ്കിൽ നട്ട് ബോൾട്ട് വേണമെങ്കിൽ സൈഡിലോട്ടൊന്ന് വരച്ചിട്ട് തന്നെ ഇങ്ങനെ നോക്കിയോ. ഇതൊരു നട്ട് ബോൾട്ട് ആണെന്ന് വിചാരിക്കുക. ഇതൊരു നട്ട് ബോൾട്ട് ആണെന്ന് വിചാരിക്കുക. നോക്കിയോ, നോക്കിയോ, ഇതൊരു നട്ട് ബോൾട്ട് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിനെ വേണ്ട ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇവിടുന്ന് ഒരു സ്പാനർ വെക്കുക. ഓക്കെ, ഈ നട്ട് ബോൾട്ട് എന്താ താഴോട്ട് ആണിയുണ്ട്, സ്ക്രൂ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് എന്താ എങ്ങോട്ടാ ഇത് ഫോഴ്സ് കൊടുക്കുന്നത് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഞാൻ ഇതിന്റെ ആ റേഡിയസ് വെക്ടർ ഇങ്ങോട്ടല്ലേ, ഞാൻ എപ്പോഴും എന്ത് ചെയ്യണം, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണം കൺസിഡർ ചെയ്യാൻ കേട്ടോ. ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ പോയിന്റിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാ കൊടുക്കുന്നത്, ഫോഴ്സ് എങ്ങോട്ടാ കൊടുക്കുന്നത്, ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ കണ്ടോ പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വേണം കൊടുക്കാൻ ഇല്ലേ. അപ്പൊ ഞാന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ നോക്കിയേ, ഇതാണ് എഫ്. അപ്പൊ ആറിൽ നിന്ന് എങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം, then ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം. അപ്പൊ വിരൽ എങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ കണ്ടോ. അതായത് നിങ്ങളുടെ തമ്പ് തിരിച്ചു പിടിച്ചാലേ, അതായത് ഇവിടെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ നോക്കിയോ, അതായത് നിങ്ങളുടെ തമ്പ് തിരിച്ചു പിടിച്ചാൽ മാത്രമേ നോക്കിക്കോളൂ, തമ്പ് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയോ, അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇങ്ങനെ വരും, അതായത് നേരെ ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എന്താ ഇല്ലേ. അതായത് ഈ രീതിയിൽ, അതായത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നിങ്ങളുടെ വിരലിരിക്കുന്നത്, ശരിയല്ലേ. പിടിക്കുമ്പോ ആണോ, അല്ലേടേ. അതായത് നിങ്ങൾ താഴോട്ട് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിരലിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയല്ലേ, 4 വിരലിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ തമ്പിന്റെ ഡയറക്ഷനോ ഇങ്ങോട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് 6ൽ നിന്ന് എഫിലോട്ട് ക്രോസ് ചെയ്യുക, അപ്പൊ തമ്പ് താഴോട്ട്. അപ്പൊ ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, താഴോട്ട്. ആ ടോർക്ക് എവിടെ എഫക്ട് ചെയ്യുന്നത്, ഇവിടെ ആണോ എഫക്ട് ചെയ്യുന്നത്, ഇവിടെ ആണോ എഫക്ട് ചെയ്യുന്നത്, ഇവിടെ എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രൂ ടൈറ്റ് ആയിട്ട് ടോർക്ക് ആക്കിയത് ഡയറക്ഷൻ കൊണ്ട്. മനസ്സിലായി. ഈ പോയിന്റിലെ ടോർക്കിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ഈ പോയിന്റിലെ ടോർക്കിന്റെ ഡയറക്ഷൻ. മനസ്സിലായി. ടോർക്കിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഇതിവിടെ റഫായിട്ടൊന്ന് വെച്ചിട്ട്. എടേ അത് മറ്റേ ഇതിന്റെ സ്പൈറലാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. ഇതൊക്കെ റഫായിട്ട് വരച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ ഇനി അടുത്ത് എഴുതുന്നത് വെക്റ്റർ ഫോം ആൻഡ് ഡെഫിനിഷൻ ഓഫ് ടോർക്ക്. അതായത് നമ്മൾ ടോർക്കിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ പഠിച്ചത്, ടോർക്ക് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് എന്താ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ. അങ്ങനെയല്ല, വെക്റ്റർ ഫോമിൽ ടോർക്കിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും, അതാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോ ഇതിന്റെ വെക്റ്റർ ഫോം എഴുതിയിരിക്കുന്നത് എന്താ, ടോർക്ക് ഡോയിസിക്കൽ ആർ ക്രോസ് എഫ് എന്ന് പറയുമ്പോൾ അതിന്റെ വെക്റ്റർ ഫോമാണ്. മനസ്സിലായോ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അപ്പൊ ഹെഡിങ് എഴുതിക്കോ, വെക്റ്റർ ഫോം ആൻഡ് ഡെഫിനിഷൻ, വെക്റ്റർ ഫോം ആൻഡ് ഡെഫിനിഷൻ ഓഫ് ടോർക്ക്. അതിൽ ഒരു ഡോട്ട് എഴുതുക. ടോർക്ക് ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ വെക്റ്റർ and force vector. Torque is the cross product of position vector and force vector. ശരിയല്ലേ. പൊസിഷൻ വെക്ടറിന്റെയും ഫോഴ്സ് വെക്ടറിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ എന്താണ് ടോർക്ക് ആയിട്ട് എടുത്തത്, ആർ ക്രോസ് എഫ് അല്ലേ. ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് വെക്ടർ, അതായത് പൊസിഷൻ വെക്ടർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് വെക്ടർ. അതിന് രണ്ടിനെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് എന്ത്, അല്ലേ, ആണോടെ.
ഇനി ഒരു കാര്യം നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതിയത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു RF sin θ എന്ന് എഴുതിയത്. ഇത് വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫ്രം ദിസ് ഇക്വേഷൻ we get only the magnitude of torque ആണോ? ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ടോർക്കിന്റെ അളവല്ലേ കിട്ടത്തുള്ളൂ, ടോർക്കിന്റെ ഡയറക്ഷൻ കിട്ടും. ടോർക്കിന്റെ ഡയറക്ഷൻ ഈ ഇക്വേഷൻ വെച്ച് കിട്ടുമോ? ഇല്ല. ടോർക്കിന്റെ ഡയറക്ഷനും കൂടെ ഈ ഇക്വേഷനകത്ത് ഇൻവോൾവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഏതൊരു വെക്ടറിനെയും നമ്മൾ അതിന്റെ ഡയറക്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ യൂണിറ്റ് വെക്ടർ അതിന്റെ കൂടെ എഴുതണം. നോക്കിയേ, നമ്മൾ പണ്ട് എഴുതിയായിരുന്നു വെക്ടർ എനെ നമുക്ക് മോഡുലസ് ഓഫ് വെക്ടർ ഇൻറ്റു എ ക്യാപ്പ് എന്ന് എഴുതിയിരുന്നു. ഇതിൽ എ എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡും എ ക്യാപ്പ് എന്ന് പറയുന്നത് അതിന്റെ എന്തായിരിക്കും, അതിന്റെ എ ക്യാപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ എന്തായിരിക്കും, എ ക്യാപ്പ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് വെക്ടർ അതിന്റെ ഡയറക്ഷനെ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ടെന്നുള്ള കാണിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഇത്. നമ്മൾ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞെടുത്തില്ലേ? ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലുള്ള ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു, ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ വൈ ആക്സിസിലുള്ള ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു, കെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇസഡ് ആക്സിസിലുള്ള ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ അവിടെ യൂണിറ്റ് എന്താണ് മോഷനിനെ പ്ലെയിനകത്ത് ഇതൊക്കെ പഠിച്ചാണ്. അതൊക്കെ ആ ബുക്ക് വല്ലപ്പോഴും ഒക്കെ തുറന്ന് നോക്കണം, എന്നാലേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരുന്നു കൊടുത്തത്, അതേപോലെ തന്നെ റേഡിയസ് ഈ ഡയറക്ഷനിലായിരുന്നു കൊടുത്തത്. ഇതായിരുന്നു അതിനിടയ്ക്കുള്ള തീറ്റ. അപ്പം ടോർക്ക് എങ്ങനെയായിരുന്നു വരുന്നത്? ആർ ക്രോസ് എഫ് ആയതുകൊണ്ട് തന്നെ ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരുന്നു? ടോർക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരുന്നു? വേണ്ട, ഇങ്ങനെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനെ ഞാൻ എൻ ക്യാപ്പ് എന്ന് എടുക്കാൻ പോകും. ടോർക്കിന്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ എൻ ക്യാപ്പ് എന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ therefore ഇവിടെ എഴുതിയിട്ട് therefore ടോ ഈസ് ഈക്വൽ ടു RF sin θ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്. അതിന്റെ കൂടെ ഇൻറ്റു എന്താണ്, ഒരു എൻ ക്യാപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കൂടെ കിട്ടും. This equation gives the direction of torque. Where n cap is the unit vector mutually perpendicular to vector r and vector f. ശരിയല്ലേ? n cap എന്ന് പറയുമ്പോൾ ഈ f എന്ന് പറയുന്ന വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്, r എന്ന് പറയുന്ന ഈ വെക്ടറിനും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. What is the torque of force F is equal to 2i cap minus 5j cap plus 4k cap acting
at the point r equal to 3i cap plus 3j cap plus 3k cap about the origin. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ആ എഫും ആറും തന്നിട്ടുണ്ട്, നമുക്കിവിടെ ടോർക്ക് കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ക്വാണ്ടിറ്റിയുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അവിടെ പഠിച്ച എവിടെന്നറിയാം, മോഷനിന്റെ പ്ലെയിനകത്ത് പഠിച്ചാണ്. അപ്പം ഇതിനകത്ത് ആദ്യം എന്താണെന്നറിയാം, ആ എഫും ആറും എടുത്ത് താഴോട്ട് എഴുതുക. ആദ്യം അതാണ് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് എഫ് എത്രയായിരുന്നു? എഫ് എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 2i ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് ആണല്ലോ. ആർ എന്തായിരുന്നു? 3i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് ആണല്ലോ. നമ്മുടെ ടോർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? വെക്റ്റർ ആർ ക്രോസ്, ഇത് വെക്റ്റർ ആണ് തന്നിരിക്കുന്നത്, വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ് അല്ലേ. അപ്പൊ ആദ്യം എന്ത് എഴുതാന്നറിയോ? ഇവിടെ നിങ്ങൾ ആർ അങ്ങോട്ട് എഴുതുക. ആറിന്റെ വാല്യൂ എന്താ? ആർ എന്താ 3i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് ആണല്ലോ. ക്രോസ് വിത്ത് എന്താ? ക്രോസ് വിത്ത് ഏതാ? 2i ക്യാപ്പ് മൈനസ് 5j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് ആണല്ലോ. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നതിന് രീതിയുണ്ട്. അതിനെ ഡിറ്റർമിനന്റ് കണ്ടുവച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഇല്ലേ? ഡിറ്റർമിനന്റ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ ഒരു വരയും. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുത്, ഇതിന്റെ കൂട്ടത്തിൽ എഴുതരുത്. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ഐ ക്യാപ്പ് ഇടുന്നു, ഇവിടെ ജെ ക്യാപ്പ് ഇടുന്നു, ഇവിടെ കെ ക്യാപ്പ് ഇടുന്നു. ഐ ക്യാപ്പ് ഇടുന്നു, ജെ ക്യാപ്പ് ഇടുന്നു, കെ ക്യാപ്പ് ഇടുന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ 3 എഴുതുന്നു, ഇവിടെ 3 എഴുതുന്നു, ഇവിടെ 3 എഴുതുന്നു. അതായത് ആദ്യത്തേത് ഏതാണോ അതാണ് മണ്ടയ്ക്ക് എഴുതുന്നത്. മനസ്സിലായോ? രണ്ടാമത്തേത് കണ്ടോ 2 എഴുതുന്നു, അതേപോലെ തന്നെ -5 എഴുതുന്നു, അതേപോലെ തന്നെ 4 എഴുതുന്നു. ഓക്കെ. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇത് ചെയ്യേണ്ടത് നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഐ ക്യാപ്പ് എടുക്കും. ഐ ക്യാപ്പ് ഉള്ള റോയും കോളവും നമ്മൾ മറന്നിട്ട് ഇത് രണ്ടും മറന്നിട്ട് ബാക്കി കണ്ടോ, ഇതിനെ ഇതും കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, മൈനസ് ഇതിനെ ഇതും കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അതാണ് ആദ്യത്തെ. അപ്പൊ ഞാൻ അത് രണ്ടും ഒന്ന് എഴുതുകയാണ്. ഐ ക്യാപ്പ് എന്നിട്ടിട്ട് ഇൻറ്റു എന്താണ് 3 × 4 മൈനസ് എന്താണ് 3 × -5. അത് കഴിഞ്ഞു. അപ്പം ഈ ഐനെ എപ്പോഴും ഫ്രണ്ടിൽ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്തോളണം മനസ്സിൽ. ആദ്യത്തേത് പ്ലസ് ആണെങ്കിൽ അടുത്ത എന്തായിട്ട് എടുക്കണം? മൈനസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്തത് മൈനസ് എടുക്കുന്നു. മൈനസ് എന്ന് പറയുമ്പോൾ അടുത്ത ജെ, മൈനസ് ജെ ക്യാപ്പ്. അപ്പൊ മൈനസ് ജെ ക്യാപ്പിനെ വെച്ച് ചെയ്യുമ്പോൾ ജെ ഉള്ള റോയും കോളവും മറന്നിട്ട് ബാക്കി രണ്ട് ഇത് ഇൻറ്റു ഇത് ചെയ്യുക, മൈനസ് ഇത് ഇൻറ്റു ഇത് ചെയ്യുക. ഓക്കെ ആണല്ലോ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഇതാണ് കിട്ടുന്നത്. നോക്കിക്കോളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കോളൂ. ജെ ക്യാപ്പ് ഇൻറ്റു നോക്കിക്കോളൂ 3 × 4 മൈനസ് എത്രയാ? 3 × 2. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കിക്കോളൂ പ്ലസ് കെ ക്യാപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കോ, കെ ഉള്ള റോയും കോളവും മറന്നു കഴിഞ്ഞാൽ ബാക്കി ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് അല്ലേ? അപ്പൊ നോക്കിക്കോ, അത് മറന്നു കഴിഞ്ഞാൽ നോക്കിക്കോ ബാക്കി കെ ക്യാപ്പ് ഇൻറ്റു 3 × -5 മൈനസ് 3 × 2. ശരിയല്ലേ? ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, അപ്പൊ ഇത് ഒരെണ്ണം പ്ലസ് വന്നു, അടുത്ത ജെയുടെ അവിടെ മൈനസ് വരണം, അടുത്ത പ്ലസ് വന്നു, അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ ഈസ് ഈക്വൽ ടു ഐ ക്യാപ്പ് ഇൻറ്റു 12 മൈനസ് നോക്കിക്കോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് പറയുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടിക്കും ഞാൻ. ഇവിടെ നോക്കിയോ 12 മൈനസ് നോക്കിയേ 3 × -15 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? അപ്പൊ പ്ലസ് 15, അപ്പൊ 15 എഴുതാലോ. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 3 × 4 എത്ര? 12. ഇവിടെ മൈനസ് ഇത് പ്ലസ് വരും. ഓക്കെ ഫൈൻ. അപ്പം ഈ മൈനസ് വെച്ചത് പ്ലസ് വരും. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 12 മൈനസ് എത്ര വരും? 6 വരുന്നു. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു എത്രയാ? 3 × -15 എന്ന് പറയുമ്പോൾ 3 × 5 എന്ന് പറയുമ്പോഴത്തേക്ക് -15 മൈനസ് എത്രയാ? 6 ആണല്ലോ. ഇത് ചെയ്യുമ്പോൾ നോക്കിയേ ഐ ക്യാപ്പ് ഇൻറ്റു എത്ര വരും? 27 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു എത്ര വരും? 6 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു എത്ര വരും? -21 ആണോ? ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നതായിരിക്കും ആൻസർ. 27 ഐ ക്യാപ്പ് മൈനസ് 6 ജെ ക്യാപ്പ് ഈ മൈനസ് നടുക്കോട്ട് വരും. അപ്പൊ -21 കെ ക്യാപ്പ്. ഇതായിരിക്കും ആ ടോർക്കിന്റെ ആൻസർ. എഴുതി. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം.
ഇവിടെ ഏതെങ്കിലും ഇവിടെ എന്തെങ്കിലും മൈനസ് എല്ലാം കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ചെറുതാക്കാൻ നോക്കി എഴുതിക്കോ, എഴുതാനുള്ളവർക്കൊക്കെ എഴുതാം. അടുത്ത ഹെഡിങ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. എഴുതിക്കോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് ഹെഡിങ് എഴുതാം. ഈ റൊട്ടേഷണൽ മോഷനിലുള്ള ഇനർഷ്യനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, നമ്മള് ടോർക്കിനെ എന്തുവാ പറഞ്ഞത്? മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. മൊമെന്റ് ഓഫ് എനിത്തിങ് എന്ന് പറയുമ്പോൾ അതർത്ഥം എന്താണ്? അത് റൊട്ടേഷണൽ മോഷനിലുള്ള കൺസെപ്റ്റ് ആണെന്നർത്ഥം. അപ്പം എഴുതിക്കോ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് എഴുതാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നൊരു ഹെഡിങ് കൊടുത്തു. മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതിന് നമ്മൾ ഐ എന്നാണ് എഴുതുന്നത്. ഐ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. It is the inability of a rotating body to produce any change in its rotation by itself. It is the inability of a rotating body to produce any change in its rotation by itself. നോർമൽ ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമൽ കേസ് ലീനിയർ മോഷനിൽ ഇനബിലിറ്റി ടു ചേഞ്ച് ദ റെസ്റ്റ്, അല്ലെങ്കിൽ ഇനബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഇനബിലിറ്റി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഡയറക്ഷൻ അല്ല, ടു ചേഞ്ച് ദ ഇനബിലിറ്റി ടു ചേഞ്ച് ദ ഡയറക്ഷൻ. അതായത് റെസ്റ്റിലുള്ള ബോഡിക്ക് പെട്ടെന്ന് മോഷനിലേക്ക് വരാനുള്ള കഴിവില്ലായ്മ, മോഷനിലുള്ള ബോഡിക്ക് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാനുള്ള കഴിവില്ലായ്മ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ പെട്ടെന്ന് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ലായ്മ. മനസ്സിലായോ? അതായത് ചെയ്യാനുള്ള കഴിവില്ല. ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഇനബിലിറ്റി എന്ന് ഓർത്തോണം. എന്തിനുള്ള ഇനബിലിറ്റിയാ? റെസ്റ്റിലുള്ളത് പെട്ടെന്ന് മൂവ്മെന്റ് വരാൻ, മൂവ്മെന്റിലുള്ളത് പെട്ടെന്ന് റെസ്റ്റ് വരാൻ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഒരു ഒരു എന്താണ് യു ടേൺ അടിക്കുക. യു ടേൺ അടിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടിയിലായിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോകുമ്പോൾ വണ്ടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെന്ത് ചെയ്യും? തിരിഞ്ഞ് നേരെയാവും. പക്ഷെ നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? അപ്പം നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഒറ്റ പോക്കാം. വണ്ടി തിരിഞ്ഞ് നേരെയായി കുറച്ച് മുമ്പിലോട്ട് പോയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നേരെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ വണ്ടി ചേഞ്ച് ചെയ്തിട്ട് നേരെ ആയാലും നിങ്ങളുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അത് ഡയറക്ഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ ഇനബിലിറ്റി. രണ്ടാമത്തേത്, ബസ്സിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ബസ് ഇരിക്കുവാ, ബസ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് എടുത്തു, നിങ്ങൾ എവിടോട്ട് പോകും? നിങ്ങൾ ബാക്കിലോട്ട് പോകും, ഇല്ലേ? ബസ് ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബാക്കിലോട്ടാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ആ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇനബിലിറ്റിയാണ്, ഇല്ലേ? പെട്ടെന്ന് ഇങ്ങനെ റെസ്റ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? വേണോ? ഒരു നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് കമ്പിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക, ഭയങ്കര തിരക്കാ.
അപ്പൊ എന്ത് സംഭവിക്കും? ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോകും. ആ മൂവ്മെന്റിനെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. മനസ്സിലായോ? അതിനെയാണ് ഇനർഷ്യ എന്ന്. ഇത് റൊട്ടേഷണൽ മോഷനിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് അതിന്റെ. ഫാൻ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ പ്രശ്നം. കാരണം ഇനബിലിറ്റി ടു ചേഞ്ച് എന്താണ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. പെട്ടെന്ന് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് അതിനില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനർഷ്യ. അത് എന്താണ്? റൊട്ടേഷണൽ മോഷനിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയും. ഓക്കെ ആണല്ലോ? എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻസ് ഓൺ മാസ് but also on its distribution about axis of rotation. ഇത് കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ വരും, ലോജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ മൊമെന്റ് ഓഫ് സാധാരണ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഈ റൊട്ടേഷണൽ മോഷനിലുള്ള ഇനേർഷ്യ എന്ന് പറയുന്നത്, അല്ലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് അതിന്റെ ആക്സിസിൽ നിന്നുള്ള അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ദൂരം, അതിനെയൊക്കെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അത് മാറുന്നതനുസരിച്ച് പല ഷേപ്പിനും പല മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പം ഒരു വളയില്ലേ, വള, നമ്മുടെ നോർമൽ വള, ആ വള കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കത്തില്ല ഒരു സിലിണ്ടർ കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സിലിണ്ടർ കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കത്തില്ല ഒരു ഡിസ്ക് കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഡിസ്ക് കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കത്തില്ല ഈ ഫാൻ കറങ്ങുമ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. പക്ഷെ ഇതിന്റെ എല്ലാം മാസിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ആ മാസിന്റെ ഡിസ്ട്രിബ്യൂഷനെ കൂടെ. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ പാർട്ടിക്കിൾസും എന്താണ്, എല്ലാ സബ്സ്റ്റൻസും മെയ്ഡ് ചെയ്തിരിക്കുന്ന എന്താ? കുറെ പാർട്ടിക്കിൾസ് കൊണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫാൻ വരച്ചിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഓരോ പാർട്ടിക്കിളും എന്തുണ്ടാവും? വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ ഡിസ്ട്രിബ്യൂഷനും ഈ പറഞ്ഞ പോലെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ ആണോ? അതിന്റെ ഒരു ഇക്വേഷൻ കൂടെ തന്നിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. നോക്കിക്കോളൂ. നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യണം. ഈ ഒരു പാർട്ടിക്കിളിനെ ഞാൻ വേണ്ട ഇങ്ങനെ കറക്കും. ഞാൻ ഇവിടെ ഇതൊരു കല്ലാന്ന് വിചാരിക്കുക. ഈ കല്ലിനെ ഞാൻ വേണ്ട ഈ ഒരു കയറെ കെട്ടിയിട്ട് ഞാൻ കറക്കുക. അപ്പൊ ഇതിന്റെ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വേണ്ട ഇങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആണല്ലോ? അപ്പൊ ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതായിരിക്കും? കണ്ടോ? ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കും. ആണോ? അല്ലേ? ശരിയല്ലേ? ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആണല്ലോ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇതിന്റെ മാസിനെ ഞാൻ എന്തെന്ന് എടുക്കാൻ പോകുന്നറിയോ? എം എന്ന് എടുക്കാൻ പോവാണ്. ഇതിന്റെ റേഡിയസിനെ ആർ എന്ന് എടുക്കുവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എന്തായിരിക്കും അറിയാം? I is equal to mr² എന്നായിരിക്കും. അതാ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ റേഡിയസ് എത്ര ദൂരത്തിലാണ് അതിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഷേപ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനൊക്കെ ഉള്ളതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡെറിവേഷൻ ഒരു അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക്, അടുത്ത ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും ഇത് തീർക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇതിനകത്തുനിന്ന് 8 മാർക്കിന്റെ ചോദ്യത്തോളം വരും. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാം. എന്നാൽ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് നിർത്താം.